നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിലവിലെ ന്യൂനമർദ്ദം ദുർബലമായിരിക്കുന്നു. പക്ഷേ പുതിയ ന്യൂനമർദ്ദം അടുത്ത ആഴ്ച ഉണ്ടാകും. ഇത്തവണത്തെ ഓണം വെള്ളത്തിലാകുമോ എന്നുള്ള സംശയം പലരും പങ്കുവയ്ക്കുകയാണ്. ന്യൂനമർദ്ദം ദുർബലമായതോടെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അതിശക്തമായ മഴ പെയ്തെടുത്ത് മഴയുടെ ശക്തി കുറയാൻ സാധ്യതയുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ സാധാരണ ഇടവിട്ടുള്ള മഴ മാത്രമേ കാണൂ കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. സെപ്റ്റംബർ 2-3 തീയതികളിലായി ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സൂചനയുണ്ട്. സംസ്ഥാനത്ത് മഴ കനക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും പ്രകടമാണ്. പല ജില്ലകളിലായി ഇതിന്റെ ഭാഗമായി യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യം. അതിനെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോഴത്തെ സൂചന അനുസരിച്ച് ഓണം ആദ്യ ദിവസങ്ങളിൽ വടക്കൻ ജില്ലകളിൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പൊതുവെ മഴ കിട്ടിയേക്കും. അതിൽ മാറ്റങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. നിലവിൽ എല്ലാ ജില്ലകളിലും പലയിടത്തായി മഴ പെയ്തിറങ്ങുന്നുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തുന്നത്. കോഴിക്കോട് കക്കയത്ത് കഴിഞ്ഞ 100 ദിവസം കൊണ്ട് പെയ്തത് 6046 മില്ലിമീറ്റർ മഴയാണ്. 100ൽ 91 ദിവസവും കക്കയം സ്റ്റേഷനിൽ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 21 ദിവസം 100 മില്ലിമീറ്ററിന് മുകളിലായിരുന്നു മഴ പെയ്തത്. 22 ദിവസം 50 മില്ലിമീറ്ററിനും 99 മില്ലിമീറ്ററിനും ഇടയിലായിരുന്നു മഴ പെയ്തത്. ജൂലൈ 17 കക്കയത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്. അന്ന് ഒറ്റ ദിവസം കൊണ്ട് 309 മില്ലിമീറ്റർ മഴ പെയ്തിറങ്ങി. അതേസമയം രാജസ്ഥാൻ, ഹരിയാന, ഗുജറാത്ത്, ഡൽഹി എന്നിവിടങ്ങളിലും ശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട്. പൊതുവേ മഴ കുറവുള്ള രാജസ്ഥാനിൽ അതിശക്തമായ മഴ പെയ്തിറങ്ങുന്നു എന്നുള്ളതാണ് ഇതിന്റെ സവിശേഷത. ഒപ്പം കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ ജാഗ്രതാ നിർദ്ദേശങ്ങളും ഇതോടനുബന്ധിച്ച് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്നാകട്ടെ തെക്ക് കിഴക്കൻ അറബിക്കടൽ, മധ്യകിഴക്കൻ അറബിക്കടൽ, അതിനോട് ചേർന്ന വടക്ക് കിഴക്കൻ അറബിക്കടൽ, മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, ആന്ധ്രാപ്രദേശ്, തെക്കൻ ഒഡീഷ തീരങ്ങൾ, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, മധ്യ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും അതുപോലെ മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയും പ്രവചിക്കപ്പെടുന്നുണ്ട്. അതുപോലെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തിറങ്ങിയ ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ഡാമുകളിലെ ജലനിരപ്പും ക്രമാതീതമായി ഉയർന്നിരിക്കുകയാണ്. ഇടുക്കി അടക്കമുള്ള ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ KSEB വൈദ്യുതോൽപാദനവും കൂടുതലായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ 9 ഡാമുകളിൽ ഇന്നലെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കക്കി, മുഴിയാർ, മാട്ടുപ്പെട്ടി, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ, ഷോളയാർ, പെരിങ്ങൽകുത്ത്, ബാണാസുര സാഗർ തുടങ്ങിയ 9 ഡാമുകൾക്കാണ് റെഡ് അലർട്ട് നിലവിലുള്ളത്. പമ്പയിൽ 81%, ഷോളയാറിൽ 99% വരെയും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇടമലയാറിൽ 79% എന്നിങ്ങനെയാണ് ജലനിരപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംഭരണശേഷിയുടെ 73% ഇടുക്കി ഡാമിലെ നിലവിലെ ജലനിരപ്പ്. അതോടെ ഇടുക്കിയിൽ നിന്നും 7.748 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ശബരിഗിരിയിൽ 5.8879 ദശലക്ഷം യൂണിറ്റും മറ്റു ഡാമുകളിലും റൂട്ട് കർവ് പാലിച്ചുകൊണ്ട് ഉൽപ്പാദനം ക്രമീകരിച്ചു പോവുകയാണ്. മഴ ശക്തമായതോടെ സംസ്ഥാനത്തെ വൈദ്യുത ഉപഭോഗത്തിലും കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്. 82 ദശലക്ഷം യൂണിറ്റാണ് ഈ മാസത്തെ ഇതുവരെയുള്ള ഉയർന്ന പ്രതിദിന ഉപയോഗമെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് ഇത് 76 ദശലക്ഷം യൂണിറ്റിലേക്ക് താന്നിട്ടുണ്ടായിരുന്നു. അതിൽ 38.68 ദശലക്ഷം യൂണിറ്റും കേരളത്തിൽ ആഭ്യന്തരമായി തന്നെ ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 38.12 ദശലക്ഷം യൂണിറ്റാണ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നത്. പുറത്തുനിന്നും വില കൊടുത്ത് വാങ്ങുന്ന വൈദ്യുതിയേക്കാൾ കൂടുതൽ സംസ്ഥാനത്ത് തന്നെ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. പീക്ക് സമയ പ്രതിദിന ആവശ്യകത നിലവിൽ 4000 മെഗാവാട്ടിൽ താഴെയുമാണ്. ശനിയാഴ്ച ഇത് 3800 മെഗാവാട്ടിലേക്ക് കടന്നിരുന്നു. ഇനി ഇതുവരെയുള്ള കാലവർഷത്തെക്കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ മെയ് 24 മുതൽ ഓഗസ്റ്റ് 17 വരെയുള്ള കണക്കനുസരിച്ച് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്. ഇറിഗേഷൻ ഡേറ്റ അനുസരിച്ച് 3306 മില്ലിമീറ്റർ മഴ പെയ്തിട്ടുണ്ട്. കാസർഗോഡ് 3303 മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തി. എറണാകുളം 2784 മില്ലിമീറ്റർ മഴ, കോഴിക്കോട് 2782, തൃശ്ശൂരിൽ 2450 എന്നിങ്ങനെയാണ് കണക്ക്. ഓഗസ്റ്റ് മാസത്തിൽ അതായത് 1 മുതൽ 17 വരെ ഏറ്റവും കൂടുതൽ മഴ പെയ്തിറങ്ങിയത് എറണാകുളം ജില്ലയിലാണ്. 450 മില്ലിമീറ്റർ മഴയാണ് ഇവിടെ പെയ്തത്. തൊട്ടു പിന്നാലെ കോട്ടയം 356, തൃശ്ശൂരും ഇടുക്കിയും 349, പത്തനംതിട്ടയിൽ 315 എന്നിങ്ങനെയാണ് മഴ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ
പശ്ചാത്തലത്തിൽ ഇനിയുള്ള അടുത്ത ദിവസങ്ങളിലേക്കുള്ള മഴ സാധ്യത പ്രവചനം പങ്കുവച്ചിട്ടുണ്ട്. യെല്ലോ ഓറഞ്ച് അലർട്ടുകളാണ് പങ്കുവച്ചിരിക്കുന്നത്. 18-ാം തീയതി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ തൊട്ട് 204.4 മില്ലിമീറ്റർ വരെ മഴ കിട്ടുമെന്നുള്ളതാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇനി 18-ാം തീയതി മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. 19-ാം തീയതി കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 20-ാം തീയതി കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പറഞ്ഞിരിക്കുന്നത്. ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത. അതായത് 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യം. അതിനെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇനി ന്യൂനമർദ്ദപാത്തി തന്നെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് മഴ തുടരുമെന്നുള്ള വാർത്തയും ഉണ്ടായിരുന്നു. എന്നാൽ എങ്ങനെയാണ് ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുന്നത്, എങ്ങനെ ഉണ്ടാകുന്നു? ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുൻപുള്ള ഒരു കാറ്റിന്റെ കറക്കമുണ്ട്. അതിനെയാണ് ചക്രവാത ചുഴി എന്ന് പറയുന്നത്. ന്യൂനമർദ്ദവും ഒരർത്ഥത്തിൽ കാറ്റിന്റെ ഒരു കറക്കമായി നമുക്ക് പറയാൻ സാധിക്കും. കാറ്റിന്റെ ശക്തി കുറഞ്ഞൊരു കറക്കം, അതിനെ ചക്രവാത ചുഴി എന്ന് പറയും. മർദ്ദവ്യതിയാനം കാരണം ചാക്രിക രീതിയിൽ കാറ്റ് കറങ്ങുന്നതിനെയാണ് ചക്രവാത ചുഴിക്ക് ഇടയാക്കുന്നത്. അന്തരീക്ഷത്തിൽ പല ദിശയിൽ സഞ്ചരിക്കുന്ന കാറ്റ് മർദ്ദവ്യത്യാസം അനുസരിച്ച് ചക്രം പോലെ കറങ്ങും. ഘടികാര ദിശയിലും എതിർ ഘടികാര ദിശയിലും ഈ കറക്കം ഉണ്ടാകും. ഭൂമിയുടെ ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഇത് ഘടികാര ദിശയിലും ഉത്തരാർദ്ധത്തിൽ ഇത് എതിർ ഘടികാര ദിശയിലുമാണ് ഉണ്ടാവുക. ഭൂമിയുടെ കറക്കം കൊണ്ടുണ്ടാകുന്ന കോറിയോളിസിസ് ബലമാണ് അർദ്ധഗോളങ്ങളിൽ ഇത്തരം വിപരീത ദിശകളിൽ ചക്രവാത ചുഴിക്ക് ഇടയാക്കുന്നത്. ചക്രവാത ചുഴി ശക്തിപ്പെട്ടാൽ അത് ന്യൂനമർദ്ദമായി രൂപം പ്രാപിക്കും. പക്ഷേ എല്ലാ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദമാകണമെന്നില്ല. ചക്രവാത ചുഴി ന്യൂനമർദ്ദമാവുകയും അത് പിന്നീട് ഡിപ്രഷനായി, അതായത് തീവ്ര ന്യൂനമർദ്ദമാവുകയും പിന്നീട് ഡീപ്പ് ഡിപ്രഷനായി, അതായത് അതിതീവ്ര ന്യൂനമർദ്ദമാവുകയും ചെയ്താൽ മാത്രമേ ചുഴലിക്കാറ്റായി അത് രൂപപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ശ്രദ്ധയോടുകൂടി ചില നിർദ്ദേശങ്ങൾ നോക്കിക്കാണേണ്ടതുണ്ട്. ഈ മഴക്കാലത്ത് ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ദുരന്ത സാധ്യതാ മേഖലകളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കണം. എന്നിട്ട് പകൽ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മാറി താമസിക്കുക. അതിനുവേണ്ടി തദ്ദേശ സ്ഥാപന, റവന്യൂ അധികാരികളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പുലർത്തണം. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കുക. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ന്യൂസ് ഡെസ്ക്, വെള്ളി വാർത്ത.